ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു മോം ടു ബി കേക്കാണ്. അപ്പോൾ ആദ്യമേ തന്നെ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ബേബിയുടെ ഫുട് പ്രിന്റ്സ് ഉണ്ടാക്കിയെടുക്കണം. എല്ലാത്തിൻ്റെയും ഫോണ്ടന്റ് കട്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ എല്ലാവരുടെയും ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് ഒരു പേപ്പറിൽ വരച്ചെടുക്കാം. എന്നിട്ട് അത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതെ, ഇപ്പോൾ ഒരു കാല് കിട്ടിയില്ലേ, ഇനി ഇത് തിരിച്ചു വെച്ചാൽ മറ്റേ കാലുമായി. ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാലും ഒരേ സൈസിൽ കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കസ്റ്റമർ ഈ ഒരു ഡിസൈൻ ചൂസ് ചെയ്തത്. ആദ്യമേ തന്നെ ഞാൻ കേക്ക് ഫുൾ ഓഫ് വൈറ്റ് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിന്റെ ടോപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫുട് പ്രിന്റ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഏത് ബേബിയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു കാലിന്റെ ഫുട് പ്രിന്റ് ബ്ലൂയിലും മറ്റേത് പിങ്കിലും ആണ് ചെയ്തത്. ഇനി നിങ്ങൾ എഴുതാൻ പോണ വിഷസിൽ ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും ആദ്യം വെക്കേണ്ടത് മിഡിൽ ലെറ്റർ ആണ്. അല്ലെങ്കിൽ ഇതേ ഇതുപോലെ ഇരിക്കും. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വിഷസ് ഒരു സൈഡിലേക്ക് കൂടുതലായിട്ട് നീങ്ങിയിരിക്കുന്നത്. ഒരേ നോസിൽ രണ്ടെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ താഴത്തെ ബോർഡർ കൊടുത്ത പോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് പിങ്ക് ആൻഡ് ബ്ലൂ കൊടുക്കാൻ എളുപ്പമായിരിക്കും.